നമ്മൾ മലയാളികൾക്ക് കടൽ കടന്നാലും വള്ളംകളി ഒരു വികാരമാണ്. പ്രവാസ ലോകത്ത് വള്ളംകളി മത്സരങ്ങൾ ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ ഡ്രാഗൺ ബോട്ടുകളിൽ മലയാളികൾ തുഴയെറിഞ്ഞാൽ ഞങ്ങൾ പ്രവാസികൾക്കത് സ്വന്തം വള്ളംകളിയാണ്. മത്സരത്തിന്റെ ആവേശം കൊണ്ട് തടാകങ്ങൾ ഞങ്ങൾ പുന്നമടക്കായലുകളാക്കി മാറ്റും. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ നടന്ന വള്ളംകളി മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മലയാളിയാണെങ്കിലും നാട്ടിൽ വെച്ച് വള്ളംകളി നേരിട്ട് കാണാൻ അവസരം ലഭിക്കാത്തവരാണ് പ്രവാസ ലോകത്ത് ഏറെയും. ജലമേള കാണാനും ആസ്വദിക്കാനും പുതുതലമുറയ്ക്കാണ് ആവേശം കൂടുതൽ. ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വള്ളംകളി കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോലും വള്ളംകളി കണ്ടിട്ടില്ല. എന്റെ നാട്ടിലൊന്നും അങ്ങനെ വള്ളംകളി ഇല്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ലൊരു കൈരളി എന്നൊരു പരിപാടി വെക്കുന്ന ഒരു വള്ളംകളിയാണ്. ബ്രിസ്ബെയിനിലെ കൈരളി മലയാളി അസോസിയേഷനാണ് ഗോൾഡ് കോസ്റ്റിലെ ഓക്സൻഫോർഡ് തടാകത്തിൽ ജലമാമാങ്കം സംഘടിപ്പിച്ചത്. ഓളപ്പരപ്പുകളിൽ തീപ്പൊരി ചിതറിക്കാനെത്തിയത് 2 വനിതാ ടീമുകളടക്കം 13 സംഘങ്ങൾ. ഏകദേശം 11ഓളം ടീമുകൾ വളരെ വാശിയോടെ മാറ്റുരച്ച മെൻസ് കാറ്റഗറിയും 2 ഫീമെയിൽ ടീംസ് മാറ്റുരച്ച ഫീമെയിൽ കാറ്റഗറിയും ഏകദേശം 16 റേസുകളോട് കൂടി നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇന്നിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തീപാർന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ ഗോൾഡ് കോസ്റ്റിലെ പുന്നമടത്തമ്പുരാൻ ചുണ്ടൻ ജേതാക്കളായി. കേരളത്തില് നമ്മൾക്ക് വള്ളംകളി പരിചയമുണ്ടായിരുന്നു. നമ്മുടെ കൂടെ തുഴയുന്നവർ കുട്ടനാട്ടുകാരും അവരും എല്ലാം തുഴഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവിടെ വന്നപ്പം ഇതിനൊരു അവസരം കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു ആഘോഷം തോന്നി, ആവേശം തോന്നി. ഇവിടെ നിൽക്കുന്നവരെല്ലാം ചങ്കു പൊളിച്ച് തുഴഞ്ഞ് നമ്മൾ നേടിയ ഒരു കപ്പാണിത്. സ്പ്രിംഗ്ഫീൽഡ് ചുണ്ടൻ 2ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഹിൽക്രസ്റ്റിലെ ടീം ജാക്ക് പ്രോസ് 3ാം സ്ഥാനം നേടിയെടുത്തു. വനിതകളുടെ വാശിയേറിയ പോരാട്ടത്തിൽ ബ്രിസ്ബെയിനിലെ റോയൽസ് ചുണ്ടനാണ് കിരീടം ചൂടിയത്. ഇടവേളകൾ കൊഴിപ്പിക്കാൻ ചെണ്ടമേളവും നൃത്തനൃത്യങ്ങളും കൂടിച്ചേർന്നപ്പോൾ ജലപൂരം വേറെ ലെവൽ. കൊമ്പുകോർക്കാൻ ചുണ്ടൻ വള്ളങ്ങളും വള്ളസദ്യയും ഒന്നുമില്ലെങ്കിലും ഗൃഹാതര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന വള്ളംകളിയെ നെഞ്ചിലേറ്റുന്നവരാണ് പ്രവാസി മലയാളികൾ. ഓസ്ട്രേലിയയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് സുകുമാറിനൊപ്പം സ്വരാജ് സെബാസ്റ്റ്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.